മുത്തശ്ശ മുത്തശ്ശ, ഇന്ന് കണ്ണന്റെ ഏത് കഥയാ പറയണേ? കുട്ടികളെ, ഇന്ന് മുത്തശ്ശൻ ഏത് കഥയാ പറയാൻ പോണെന്നറിയോ? കണ്ണൻ ഇന്ദ്രൻ്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു കളി കളിച്ചു. അതാണ് ഇന്ദ്രയാഗഭംഗം എന്നുള്ളത്. ഇന്ദ്രൻ്റെ യാഗത്തെ തടസ്സപ്പെടുത്തി ഭഗവാൻ. എന്നിട്ട് കണ്ണൻ പറഞ്ഞു, നമുക്ക് പർവ്വതത്തിന്, ഗോവർദ്ധനത്തിന് യാഗം ചെയ്യാമെന്ന് പറഞ്ഞു. ആ കഥയാണ് നമ്മൾ കേൾക്കാൻ പോണത്. അതിനു മുമ്പ് ശ്ലോകങ്ങൾ. അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം. അപ്പോൾ അത് ചൊല്ലും, അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം. വക്രതുണ്ടമഹാകായം കോടിസൂര്യസമപ്രഭം സമപ്രഭം നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖിലാൻ അപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോനാഥ ജനകായ നമോ നമഃ. അഖിലാൻ അപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. അപ്പം ഇതുപോലെ എല്ലാവരും ചൊല്ലാം. കുട്ടികളെ, എല്ലാവരും തയ്യാറല്ലേ കഥ കേൾക്കാൻ? ഇന്ന് കഥ പറയാൻ തുടങ്ങുകയാണ്. ശ്രീകൃഷ്ണൻ്റെ കഥകളാണ് നമ്മൾ കേൾക്കണത്, അല്ലേ? കണ്ണൻ്റെ കഥ കേട്ട് കഴിഞ്ഞാൽ എത്ര കേട്ടാലും മതിയാവില്ല. ശ്രീകൃഷ്ണൻ്റെ 7ാമത്തെ വയസ്സിൽ ഉണ്ടായ ഒരു കളി അല്ലെങ്കിൽ ഒരു കഥ. നന്ദഗോപരും ഗോപന്മാരും, കണ്ണൻ്റെ അച്ഛൻ നന്ദഗോപര്, കണ്ണൻ്റെ കൂട്ടുകാർ, പിന്നെ അവരുടെ അച്ഛന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഒരു യാഗം ചെയ്യാൻ തീരുമാനിച്ചു. ആർക്കാ യാഗം ചെയ്യണത്? അത് ദേവേന്ദ്രനാണ്. അപ്പോൾ കണ്ണനിതെല്ലാം അറിയാം. എങ്കിലും കണ്ണൻ ഒന്നും അറിയാത്ത പോലെ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ആർക്കാ ഈ യാഗം ചെയ്യണത്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, നമ്മൾ യാഗം ചെയ്യണത് ദേവേന്ദ്രൻ്റെ അടുത്താണ്. അപ്പോൾ ദേവേന്ദ്രന് നമ്മൾ യാഗമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദേവേന്ദ്രൻ നമ്മളെ സഹായിക്കും. ആ ദേവേന്ദ്രൻ സഹായിച്ചാലോ നമുക്ക് നല്ലോണം മഴ കിട്ടും. മഴ കിട്ടിക്കഴിഞ്ഞാൽ പശുക്കൾക്ക് പുല്ലും വെള്ളമൊക്കെ ധാരാളം കിട്ടും. മഴയുടെ ദേവതയാണ് ഇന്ദ്രൻ കണ്ണ. അതുകൊണ്ട് നമ്മളെല്ലാ വർഷവും ഇന്ദ്രനൊരു യാഗം കൊണ്ട് ആരാധിക്കാറുണ്ട്.
അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ഉപജീവനം എന്താ? പശുവിനെ വളർത്തൽ. അപ്പോൾ പുല്ലും വെള്ളവും ധാരാളം കിട്ടിയാലേ പശുവിൻ്റെ വളർത്തൽ ഭംഗിയായിട്ട് നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ദേവേന്ദ്രനെ സന്തോഷിപ്പിക്കണം. അതിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇന്ദ്രൻ്റെ അഹങ്കാരമില്ലാതെയാക്കണമെന്ന് കണ്ണൻ തീരുമാനിച്ചു. അപ്പോൾ കണ്ണൻ പറഞ്ഞു, അച്ഛാ, നമ്മൾ ഓരോരുത്തരും അവരവരുടെ കർമ്മഫലം പ്രാരബ്ധമാണ് അനുഭവിക്കുന്നത്. ഓരോരുത്തരും ജനിക്കണതും മരിക്കണതും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ കർമ്മഫലം നൽകാൻ ഒരു ഈശ്വരനുണ്ടെങ്കിൽ അദ്ദേഹവും കർമ്മത്തിന് അധീനനാണ് എന്ന് ഭഗവാൻ പറയാം. വലിയ തത്വങ്ങളാണ് ഭഗവാൻ പറയണത്. അപ്പോൾ സ്വന്തം കർമ്മഫലമാണ് നമുക്ക് അനുഗ്രഹമായിട്ട് കിട്ടണത്. ഇപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവും. അല്ലാതെ ഇന്ദ്രനെ കൊണ്ട് ഒന്നും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തു ചെയ്യണം? നമുക്ക് ഇന്ദ്രന് യാഗം ചെയ്യണ്ട. നമുക്ക് ആർക്ക് യാഗം ചെയ്യാം? നമുക്ക് പർവ്വതത്തിന്. നമ്മുടെ മുമ്പിൽ ഈ ഗോവർദ്ധന പർവ്വതമില്ലേ? ഗോവർദ്ധന പർവ്വതം നമ്മുടെ കൺകണ്ട ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഗോവർദ്ധനത്തിന് യാഗം ചെയ്യാം. നമുക്ക് പുല്ലും വെള്ളമൊക്കെ കിട്ടുന്നത് ഗോവർദ്ധന പർവ്വതത്തിൽ നിന്നാണ്. അതുകൊണ്ട് പർവ്വതത്തെ നമുക്ക് ആരാധിക്കാം. ഇപ്പോൾ ഇന്ദ്രയാഗത്തിന് എന്തൊക്കെയാണോ നമ്മൾ തയ്യാറാക്കിയേക്കണത് അത് മുഴുവൻ നമുക്ക് ഗോവർദ്ധനത്തിനായിട്ട് സമർപ്പിക്കുക. ബ്രാഹ്മണരെ കൊണ്ടുവന്ന് അഗ്നിയിൽ ഹോമം ചെയ്യിപ്പിക്കുക, അന്നദാനം നടത്തുക, അവർക്ക് വേണ്ട ദക്ഷിണയൊക്കെ കൊടുക്കുക. യാഗത്തിൽ പങ്കെടുക്കാൻ ആരൊക്കെ വരുന്നോ അവർക്ക് മുഴുവൻ അന്നദാനം വേണം. കണ്ണൻ തീർച്ചപ്പെടുത്തി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണമെന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു, ആ ബ്രാഹ്മണ പത്നിമാർ ഭഗവാന് ഭക്ഷണം കൊടുത്തു ഇല്ലേ? അപ്പോൾ മാനവസേവയാണ് മാധവസേവ എന്ന് ഏറ്റവും വലിയ പരിഷ്കാരികൾ ഇപ്പോഴത്തെ കാലത്തെ ആളുകൾ പറയണത് കണ്ണൻ എത്രയോ മുമ്പ് തന്നെ പറഞ്ഞു. അപ്പോൾ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, പശുക്കൾക്കൊക്കെ ധാരാളം പുല്ല് കൊടുക്കുക, എന്നിട്ട് നിവേദ്യം ഉണ്ടാക്കിയിട്ട് അത് ഗോവർദ്ധനത്തിന് സമർപ്പിക്കുക. ഗോപന്മാരും ഗോപിമാരും ഒക്കെ നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ആ ബ്രാഹ്മണരെയും അഗ്നിയെയും പശുക്കളെയും ഈ ഗോവർദ്ധന പർവ്വതത്തിനെയൊക്കെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കുക. അതാണ് ഗോവർദ്ധനയാഗം. കണ്ണൻ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഗോവർദ്ധനയാഗം നടത്താം എന്ന് പറഞ്ഞു. എല്ലാവർക്കും കണ്ണൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചു. അവർക്കൊക്കെ സന്തോഷമായി. അവർ പറഞ്ഞു കണ്ണൻ പറഞ്ഞതാണ് ശരി. ഇന്ദ്രയാഗത്തിന് വേണ്ടി തയ്യാറാക്കിയ നിരവധി സാധനങ്ങളുണ്ട്. അത് മുഴുവൻ ഗോവർദ്ധനയാഗത്തിനായിട്ട് ഉപയോഗിക്കണു. നിവേദ്യങ്ങളൊക്കെ നേദിച്ചു, പശുക്കൾക്ക് പുല്ല് കൊടുത്തു, ബ്രാഹ്മണരെ നമസ്കരിച്ചു. ഇങ്ങനെ ആ ഗോപികമാര് ശ്രീകൃഷ്ണ ലീലകൾ പാടിക്കൊണ്ട് പശുക്കളെ മുമ്പിൽ നടത്തി. ഗോപന്മാരൊക്കെ കാളവണ്ടിയിൽ കയറി അവർ ഗോവർദ്ധന പർവ്വതത്തിന് പ്രദക്ഷിണം ചെയ്തു. ഗോവർദ്ധന പരിക്രമണം ഇന്നും വടക്കേ ഭാരതത്തിൽ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ, വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഗോവർദ്ധനത്തിനെ പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. അപ്പോൾ ഭഗവാന്റെ പാട്ടൊക്കെ പാടി അങ്ങനെ എല്ലാവരും കൂടി പ്രദക്ഷിണം ചെയ്തു. അത് കഴിഞ്ഞിട്ടോ പ്രദക്ഷിണത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ ഒരു സൂത്രം കാണിച്ചു. ഗോപാലനായി ശ്രീകൃഷ്ണനായി താഴെ നിന്ന് പൂജ കഴിച്ചു. അതേപോലെ തന്നെ ഗോവർദ്ധനത്തിൻ്റെ രൂപത്തിലും ഭഗവാൻ നിന്നു. അങ്ങനെ എന്നിട്ട് ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞു, ദാ നോക്കൂ, ഗോവർദ്ധന പർവ്വത ദേവത ദാ പ്രത്യക്ഷപ്പെട്ടേക്കണു. നമ്മൾ കൊടുക്കുന്നതൊക്കെ ആ ദേവത ഭക്ഷിക്കണു. അപ്പോൾ ഇദ്ദേഹത്തെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കുക
നമ്മളെല്ലാവരെയും ഈ ഗോവർദ്ധന രൂപിയായ ഈശ്വരൻ അനുഗ്രഹിക്കും. ഇങ്ങനെ കൃഷ്ണൻ പറഞ്ഞു. എല്ലാവരും പ്രദക്ഷിണം ചെയ്തു, നമസ്കരിച്ചു. ഗോവർദ്ധന യാഗം ഭംഗിയായിട്ട് നടന്നു. എന്നിട്ടോ ഇവിടെ ഇന്ദ്രനെ ആരാധിക്കുന്നതിന് പകരം ഗോവർദ്ധനയാഗം മതി എന്നല്ല ഭഗവാന്റെ അഭിപ്രായം. ഇന്ദ്രൻ്റെ അഹങ്കാരമില്ലാതെയാക്കാൻ ഒരു ലീല മാത്രം, ഒരു കളി മാത്രം ഭഗവാന്റെ. അപ്പോൾ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഒന്നും ആഗ്രഹിക്കാതെ അത് ഈശ്വരനാണ് എന്ന് വിചാരിച്ച് സമർപ്പണം ചെയ്യണം എന്ന് കാണിക്കുകയാണ്. ഏതായാലും തനിക്ക് എല്ലാ വർഷവും ലഭിക്കാറുള്ള യാഗം മുടങ്ങിയപ്പോൾ ദേവേന്ദ്രന് ദേഷ്യം വന്നു, ഇല്ലേ? അപ്പം ദേവേന്ദ്രൻ വിചാരിച്ചു ഇതിനൊക്കെ കാരണം ആരാണ്? ആ കൃഷ്ണൻ ആണ്. അപ്പം കൃഷ്ണനെ തോൽപ്പിക്കണം. അതിനെന്ത് ചെയ്യാം? കൃഷ്ണന് ഇപ്പോൾ ഗോവർദ്ധനാണ് കേമം എന്ന് തോന്നിയില്ലേ? എന്താണ് ദേവേന്ദ്രൻ്റെ കേമത്തെന്ന് കാണിച്ചു കൊടുക്കാം. ദേവേന്ദ്രനാണ് മഴമേഘങ്ങളുടെ നേതാവ്. മഴമേഘങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പോയി വൃന്ദാവനത്തിൻ്റെ മുകളിൽ പോയി നിൽക്കുക. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിശക്തമായിട്ട് മഴ പെയ്യിക്കണം എന്ന് ദേവേന്ദ്രൻ നിർദ്ദേശം കൊടുത്തു. അവരൊക്കെ പോയി. പ്രളയകാലത്തെ മേഘങ്ങൾ പോലെ നിറയെ മേഘങ്ങൾ, ഒക്കെ ഇങ്ങനെ കറുത്തിരുണ്ട മേഘങ്ങൾ, ഇപ്പോൾ മഴ പെയ്യും എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴേക്കും ഇടിയും മിന്നലും അതിഗംഭീരമായിട്ടുള്ള മഴ അവിടെ അങ്ങോട്ട് പെയ്തു തുടങ്ങി. ഈ സന്ദർഭത്തിൽ ആ താഴോട്ട് വീഴുന്ന മഴത്തുള്ളികൾ എന്ന് പറഞ്ഞാൽ ആ വലിയ വലിപ്പത്തിലാണ്. പെട്ടെന്ന് വെള്ളം കയറാൻ തുടങ്ങി. വൃന്ദാവനം ഇപ്പോൾ മുങ്ങിപ്പോകും എന്നുള്ള അവസ്ഥയായി. അപ്പോൾ ഈ ഗോപന്മാരും ഗോപികമാരും എന്ത് ചെയ്തു? കൃഷ്ണ, രാമ, രക്ഷിക്കണേ, ദാ ഇന്ദ്രൻ കോപിച്ചേക്കണു, നമ്മളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കണു എന്ന് പറഞ്ഞ് ഉറക്ക വിളിച്ചു. അപ്പോൾ കൃഷ്ണൻ എന്തു പറഞ്ഞു? ഇന്ദ്രൻ നമ്മളെ നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണെങ്കിൽ നമുക്ക് ഗോവർദ്ധനത്തിനോട് തന്നെ പറയാം. ഗോവർദ്ധനം ഉയർന്നു വന്ന് നമ്മളെ അനുഗ്രഹിക്കും. എന്നിട്ട് എല്ലാവരെയും കൂട്ടി ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അടുത്തെത്തി തൻ്റെ ഇടത്തെ കൈകൊണ്ട് പർവ്വതം ഉയർത്തി അങ്ങോട്ട് പിടിച്ചു. അങ്ങനെ കണ്ണനൊക്കെ സാധിക്കും അല്ലേ? ഈശ്വരനാണ്. അതുകൊണ്ട് ദാ എല്ലാവരോടും ഭഗവാൻ പറഞ്ഞു, ഗോപന്മാരെ, ഗോപികളെ, അച്ഛ, ഏട്ട, അമ്മേ, നിങ്ങളെല്ലാവരും എന്തു ചെയ്തോളൂ? ഈ പർവ്വതത്തിൻ്റെ അടിയിൽ വന്ന് നിന്നോളൂ. അങ്ങനെ നിന്നാലോ പിന്നെ മഴയും കാറ്റും ഒന്നും നിങ്ങളെ ബാധിക്കില്ല. ദാ ഈ പർവ്വതം എൻ്റെ കയ്യിൽ നിന്ന് വീഴുമോ എന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ ഈ പർവ്വതത്തെ പിടിച്ചോളാം. അതെൻ്റെ മാത്രം കഴിവല്ല, പർവ്വതം നമ്മളെ അനുഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ കണ്ണൻ ഒരു കുട്ടി കൊട പിടിച്ച് നിൽക്കണത് പോലെ, പർവ്വതത്തിൻ്റെ ആ രൂപം അങ്ങനെയാണ് അല്ലേ? കുട്ടി കൊട പിടിച്ച് ഉയർത്തി നിൽക്കണത് പോലെ കണ്ണൻ 7 ദിവസം അനങ്ങാതെ നിന്നു. നോക്കൂ, ശ്രീകൃഷ്ണൻ്റെ പ്രഭാവം കണ്ടപ്പോൾ ദേവേന്ദ്രൻ്റെ അഹങ്കാരം ഇല്ലാതെയായി. ദേവേന്ദ്രൻ മേഘങ്ങളെയൊക്കെ തിരിച്ചു വിളിച്ചു. 7 ദിവസം കഴിഞ്ഞതോടെ മേഘങ്ങളൊക്കെ മാറിയപ്പോൾ നല്ല വെള്ളി മേഘങ്ങൾ വന്നു. സൂര്യൻ ഉദിച്ചു. എന്നാൽ ഇനി എല്ലാവരും പുറത്തേക്ക് കിടക്കാൻ പറഞ്ഞു. കണ്ണൻ എല്ലാവരെയും പുറത്തേക്കാക്കി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഗോവർദ്ധന പർവ്വതത്തെ അവിടെ യഥാസ്ഥാനത്ത് തന്നെ സ്ഥാപിക്കുകയും ചെയ്തു. നന്ദഗോപുരം, യശോദയും രോഹിണിയൊക്കെ വന്ന് കൃഷ്ണനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു തങ്ങളെ രക്ഷിച്ചതിൽ. അതേപോലെ രോഹിണി, ബലരാമൻ തുടങ്ങിയവരും വന്ന് ആലിംഗനം ചെയ്യണു. ഗോപികമാരൊക്കെ കെട്ടിപ്പിടിക്കണു. ഈ സന്ദർഭത്തിൽ ആകാശവീഥിയിൽ നിന്ന് പുഷ്പവൃഷ്ടിയുണ്ടായി. ശംഖം, ദുന്ദുഭി തുടങ്ങിയ വാദ്യങ്ങളൊക്കെ മുഴങ്ങി. തുമ്പുരു തുടങ്ങിയ ഗന്ധർവന്മാർ പാട്ടുപാടാൻ തുടങ്ങി. അപ്സര സ്ത്രീകൾ നൃത്തം വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി
ഗോകുലത്തിലേക്ക് അമ്പാടിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് കേൾക്കണത്. ഇനി എന്താ ഗോവർദ്ധനോദ്ധാരണം നമ്മൾ കേട്ടു. ഇനി ആരാണ് കൃഷ്ണൻ എന്ന് ഗോപന്മാർ നന്ദഗോപരോട് ചോദിക്കുന്ന ആ ചോദ്യം, അതിന് മറുപടിയായിട്ട് ഗർഗാചാര്യർ കുറിച്ചു കൊടുത്ത ജാതകം അത് നന്ദഗോപുര അവരെ കേൾപ്പിക്കുന്നു ആരാണ് കൃഷ്ണൻ എന്നുള്ളത്. ആ രംഗങ്ങളൊക്കെയാണ് നമുക്ക് നാളെ തുടങ്ങാനുള്ളത്. നാളത്തെ പ്രത്യേകത എന്താ? നാളെയാണ് വൈശാഖമാസം തുടങ്ങണത്. ഇത് കണ്ണൻ്റെ മാസമാണെന്നാണ്. അതുകൊണ്ടാണ് ഇതിന് മാധവമാസം എന്നുകൂടി പേരുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. ഇപ്പോൾ മുത്തശ്ശൻ നിർത്തുകയാണ്. എല്ലാവരോടും ബൈ ബൈ. ഓക്കെ, സീ യു.